ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെറിൻ ജോയ്. ഞാൻ എറണാകുളം ജില്ലയിലെ ചിറ്റനാട് സെൻറ്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പപ്പയാണ്, ജോയ് എന്നാണ് പേര്. 2021 ഒക്ടോബർ മാസം 13 പപ്പ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാനും പപ്പയും മമ്മിയും അനിയനും വീട് മൊത്തം ഉടമ്പടിയിലായിരുന്നു. പപ്പയുടെ കൂടെ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും മേടിച്ചുകൊണ്ട് വരുന്ന പത്രം ഞങ്ങളുടെ ക്ലാസ്സിലും സ്കൂളുകളിലും, അതുപോലെ തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ആരെ കണ്ടാലും അവർക്കൊക്കെ കൊടുക്കാനും, അങ്ങനെ ഒരു ഉടമ്പടി ജീവിതമായിരുന്നു ചെയ്തു പോന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്, പറയുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും പള്ളിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയൊരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ മേല് മൊത്തം ചെള്ളു പിടിച്ച് വയ്യാതെയായി പട്ടിണി കിടന്ന് കരഞ്ഞൊരു പൂച്ചക്കുഞ്ഞ്. അതിന് പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു, പപ്പ എടുത്തുകൊണ്ട് പോന്നു. ശേഷം മരുന്ന് കൊടുത്തതിനൊന്നും ജീവൻ വെപ്പിച്ചില്ല. അതിനു മുമ്പ് തന്നെ മരുന്ന് കൊടുക്കണ സമയത്ത് അതിൻ്റെ കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ പോലെയായി. പപ്പ ഉണ്ടായില്ല, മമ്മിയും ഞാനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉടമ്പടി തൈലം ഉടമ്പടി എടുത്ത ആൾ ഉപയോഗിക്കണം എന്നാണ് അച്ഛൻ പറയാറ്. പക്ഷേ ഈ പൂച്ചക്കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ, അതിൻ്റെ വേദന കണ്ടപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ വേഗം പോയി ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ കഴുത്തിൽ പുരട്ടി മാതാവിൻ്റെ ഒരു ചെറിയൊരു ലോക്കറ്റ് കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് മിടുക്കിയായിട്ടിരിക്കണു. ഞങ്ങൾ മർത്ത എന്നാണ് പൂച്ചക്കുട്ടീനെ വിളിക്കണേ. ശരിക്കും മാതാവിൻ്റെ കുഞ്ഞായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ അത് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. രണ്ടാമത് 2023 ഓഗസ്റ്റ് മാസം 10 ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഉടമ്പടി എടുക്കാൻ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഉടമ്പടി എടുക്കണം എന്ന ഉറപ്പോടുകൂടെയല്ല ഞാനിവിടെ വന്നത്. പപ്പയുടെ കൂടെ പതിവ് പോലെ വന്നതാണ്. പക്ഷേ സമയത്ത് ഒരു വീഴുമെന്ന് ഉറപ്പുള്ളൊരു സാഹചര്യത്തിലൊന്ന് ചാരി നിൽക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കാരണം ഞാൻ MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫൈനൽ ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷം. എനിക്ക് ഒരു വക മനസ്സിലാവേണ്ടായില്ല. ടീച്ചേഴ്സ്, ഞാൻ ഡിഗ്രിയും PGയും ചെയ്തത് ഒരേ കോളേജിലായതുകൊണ്ട് ഡിഗ്രിക്കുള്ള എൻ്റെ പെർഫോമൻസ് ടീച്ചേഴ്സിന് അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പ്രതീക്ഷിച്ചു PGക്കും ഈ കൊച്ച് ഒരുമാതിരി തരക്കേടില്ലാത്ത മാർക്കൊക്കെ വാങ്ങും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല. കെമിസ്ട്രി ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എല്ലാം ഒരുപോലെ എനിക്കിരിക്കണം. എനിക്ക് ഒന്നിനോടൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന് രാത്രി 11-11:30 വരെ ഞാൻ അവൾക്ക് ഓൺലൈനിൽ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ക്ലാസ്സിലെ ബാക്കി കുട്ടികൾക്കൊക്കെ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സെയിം സാധനം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആൻസർ പേപ്പറിൽ എഴുതാൻ കിട്ടാറില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഈ പരിപാടി നിർത്തി. എനിക്കിത് എന്നെക്കൊണ്ടിത് പോണില്ല, ഇത് മനസ്സിലാവുന്നുമില്ല, എഴുതാനും പറ്റണില്ല. ഇനി ഞാൻ അല്പമെങ്കിലും പഠിച്ചു എന്നൊരു തോന്നൽ എൻ്റെ മെറിറ്റായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് അമ്മയുടെ ഒരു കൃപ വേണം എന്ന് പറഞ്ഞ് ഞാൻ പോയി എക്സാം എഴുതി. റിസൾട്ട് വന്നത് ഒക്ടോബർ 27 ആയിരുന്നു. അത് ജപമാല റാലിയുടെ തലേ ദിവസം. അപ്പോൾ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വന്ന് ഞാൻ റിസൾട്ട് എടുത്ത് നോക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഏറ്റവും അറ്റം എന്ന് പറയുന്നത് എൻ്റെ തോൽവിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ അതിനു മുമ്പ് ഉടമ്പടിയിൽ ഞാനൊരു നിയോഗം എഴുതി വെച്ചിരുന്നത് MSc പാസ്സാവണം എന്നായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ നിയോഗം എഴുതിക്കൊണ്ടിരിക്കാതെ എൻ്റെ മനസ്സിലൊരു പ്രചോദനം വരികയാണ് 3ാം റാങ്കൊന്നും കൂടെ എഴുതാൻ. അപ്പം ഞാൻ, എൻ്റെ മാതാവേ, അതിനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല, അത് പാസ്സായാൽ തന്നെ വലിയ ഉപകാരം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശക്തമായിട്ട് റാങ്ക് 3 എന്ന് എഴുതുന്നുള്ളൊരു തീവ്രമായിട്ടൊരു ഇത് വന്നുകൊണ്ടിരുന്നു. ഞാൻ അവസാനം അത് എഴുതി. അതുകൂടാതെ 1ഉം 2ഉം റാങ്ക് എൻ്റെ കൂട്ടുകാർക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു. കാരണം എനിക്കറിയാം അതൊക്കെ എഴുതി കഴിഞ്ഞാൽ മാതാവ് എനിക്ക് തരും എന്നറിയാം. പക്ഷെ ഞാനത് എഴുതിയില്ല. കാരണം അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് വിഷമാവുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഈ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം മൊബൈലിൽ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, വീട്ടിലെ കൊന്തയും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ മൊബൈൽ തുറക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഏറ്റവും അറ്റം എൻ്റെ തോൽവിയാണ്, എന്നാലും ഞാൻ നാളെ ജപമാല റാലിക്ക് വരും.
എത്ര നാണം കെട്ടാലും ജപമാല റാലിക്ക് വരും. കാരണം ഈ MSCയുടെ റിസൾട്ടല്ല എൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അവസാനം റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ MSc പാസ്സായി. അത് എ ഗ്രേഡാണ് എനിക്ക് കിട്ടിയത്. പാസ്സായി, വളരെ സന്തോഷമായി. പിറ്റേ ദിവസം ഞാനും പപ്പയും കൂടെ വന്നു ജപമാല റാലിയിൽ നന്ദിപൂർവ്വം പങ്കെടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസവും കൂടെ കഴിഞ്ഞ് തിങ്കളാഴ്ച മറ്റൊരു റിസൾട്ട് വന്നു. MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി MG യൂണിവേഴ്സിറ്റിയിൽ 3ാം റാങ്ക് എന്നും പറഞ്ഞു. ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യം പള്ളിയിൽ ചെന്ന് ഈശോയോടും മാതാവിനോടും പറഞ്ഞു. അതിനുശേഷം വികാരി അച്ഛനോടും പറഞ്ഞു. അതിനുശേഷം മാത്രമാണ് ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞത്. ഇതാ എൻ്റെ അമ്മ മാതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതെ എന്നെ ചേർത്ത് പിടിച്ച ഒരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അനീഷ എന്നാണ് പേര്. എന്നെക്കാളും ഒത്തിരി ഏജുള്ളൊരു ചേച്ചിയാണ്. പക്ഷേ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ചേച്ചിക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അനീഷ ചേച്ചിക്ക് വേണ്ടിയിട്ട്. ചേച്ചിക്ക് ഒരു ഗവൺമെൻറ് ജോലി ദൈവം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ആൻറ്റിയാണ്, അനിത എന്നാണ് പേര്. സ്ഥിരമായിട്ടൊരു അധ്യാപന ജോലി കിട്ടണമെന്ന് വളരെയേറെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ എപ്പോഴും ടെമ്പററി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അനിത ആൻറ്റിയും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടും എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലും കുർബാനയിലും കാഴ്ചവെച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ ആൻറ്റിക്കും ജോലി കിട്ടി. ഞാൻ 7 വർഷമായിട്ട് കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗിസം 2 വർഷം മുമ്പ് പഠിപ്പിച്ച എൻ്റെ കുട്ടിയുടെ ഒരു പേരൻറ്റ്, അവർ ഇടുക്കിയിൽ നിന്നാണ്. പേര് പ്രറ്റി എന്നാണ് പേര്. ആ ചേച്ചിക്ക് നേഴ്സിംഗ് പഠിച്ചിട്ട് ജോലിയില്ല, വീട്ടമ്മയായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും ചേച്ചി ജോലിക്ക് ശ്രമിക്കുമെന്ന് പറയും. അവസാനം ഞങ്ങളും കൃപാസന മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയൊക്കെ പറഞ്ഞ് അവസാനം ചേച്ചിയും ഇതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യം നാട്ടിൽ നേഴ്സിംഗ് ജോലി ലഭിച്ചു. പിന്നീട് 2-3 മാസം മുമ്പ് ചേച്ചിക്കും കുവൈറ്റിൽ നേഴ്സിംഗ് ജോലി ലഭിച്ചു. ഇതുപോലെ മറ്റൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമാണ് കുർബാന. കുർബാനയ്ക്ക് മുമ്പ് ഒരു 5-10 മിനിറ്റ് പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഇതുപോലെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സിൽവർ ഗ്രേ കളറിൽ ഒരു ഉടുപ്പ്, ഒരു സൈഡ് മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാതാവിൻ്റെ ഒരു സൈഡാണ് കണ്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറന്നു ഒരു ഞെട്ടലോടെ. പക്ഷെ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ വൈകുന്നേരം വന്നു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മമ്മി പറഞ്ഞു ഞാനൊന്ന് മാതാവിനെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കണ്ടേ? ഒരു സിൽവർ ഗ്രേ കളറിലെ ഒരമ്മ പെട്ടെന്ന് ഒരു സൈഡ് വശമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് കണ്ടേ? കുർബാനയ്ക്ക് മുമ്പ് നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ, ആ സമയത്ത്. ഒരേ സമയത്ത് ഞാനും മമ്മിയും മാതാവിനെ കാണാനായിട്ട് ആ ഒരു അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് 2021 പപ്പ ഉടമ്പടി എടുത്തത് മുതൽ പപ്പയുടെ നിന്ന് പത്രം വാങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. മറ്റുള്ളവരോട് പറയുമായിരുന്നു. ആദ്യം ടീച്ചേഴ്സിനും കോളേജിലെ സ്റ്റാഫിനും കൂട്ടുകാർക്കും ഒക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പോകുന്ന ബസ് സ്റ്റോപ്പുകളിലും നടക്കുന്ന വഴികളിലും എവിടെ പോയാലും എൻ്റെ ബാഗിൽ പത്രം ഉണ്ടാവും. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇതുപോലെ ബസ് സ്റ്റാൻഡുകളും ബസ് സ്റ്റോപ്പുകളിലും കാണുന്നവരോടൊക്കെ എനിക്ക് വലിയ രീതിയിൽ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറയും മാതാവിൻ്റെ പത്രമാണ്, കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ കൃപാസന മാതാവിൻ്റെ പത്രമാണ്, സമയം കിട്ടുമ്പോൾ ചേച്ചി വായിക്കണം, ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കും, ഇത്രേ ഞാൻ പറയുള്ളൂ. പറയണതിന് മുമ്പ് ഞാൻ പറയും മാതാവ് എനിക്ക് 2 സെൻറ്റൻസേ അറിയുള്ളൂ, ബാക്കി നീ നോക്കിയേക്കണം, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയേക്കണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രികളിലും പിന്നെ വയോജന കേന്ദ്രങ്ങളിലുമൊക്കെ പപ്പയോടൊപ്പം പോകാനും സന്ദർശിക്കാനും സഹായിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മാമ്മയായിട്ടാണ്. പുറത്തെനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ വീടിൻ്റെ അകത്ത് എൻ്റെ അമ്മാമ്മേനെ എനിക്ക് അത്രയ്ക്ക് ശുശ്രൂഷിക്കാനായിട്ട് പറ്റാറില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെ അമ്മാമ്മയോടും മാനസികമായിട്ട് ഒരുമിച്ച് പോകാനായിട്ടുള്ളൊരു വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. എത്രയൊക്കെ മോശം പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അതൊക്കെ
ആദ്യം ദേഷ്യം വരുമെങ്കിലും ഇപ്പം അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെയുള്ളൊരു വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ ആലോചിക്കും, എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശോ, ഇവരൊക്കെ എത്ര നല്ല ഭംഗിയായിട്ടാണ് സാക്ഷ്യം പറയുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്ന്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കയറി വന്നത്, നീ കാറ്റഗിസം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ 5ാം ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 5ാം ക്ലാസ്സിൽ സീറോ മലബാർ സഭ കാറ്റഗിസത്തിൽ ഉടമ്പടിയാണ് മെയിൻ തീം. ഇസ്രായേൽ ജനത്തോടും അബ്രാഹത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടും നമ്മളോടൊക്കെ ചെയ്യുന്ന ഉടമ്പടി ആയിരുന്നു മെയിൻ തീം. അപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. കാരണം ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളോട് ഉടമ്പടിയെ പറ്റിയാണ് എല്ലാ ഞായറാഴ്ചയും പോയി സംസാരിക്കുന്നത്. ഈ വർഷം ഞാൻ +2ലാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് ജീവിതത്തിൻ്റെ അവർ ചെയ്യേണ്ട വിശ്വസ്തതയെ പറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു കൃപ ലഭിച്ചത്. അതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ പരമാവധി എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് അത് നടന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ നിയോഗങ്ങൾ തിരുസഭയാണ്. അതുപോലെ തന്നെ ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്, ആത്മഹത്യ ചെയ്യപ്പെടുന്ന ആത്മാക്കളാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. എന്നോട് ചോദിക്കും, നീ എന്തിനാ ഉടമ്പടി എടുത്തേ, ഉടമ്പടി കൊണ്ട് നിനക്ക് എന്താ ഉപകാരം എന്നൊക്കെ ചോദിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് വരെ മാതാവിനോട് ചോദിച്ചു, എന്തിനാ നിനക്ക് ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയണം എന്ന്. പക്ഷേ എനിക്കൊരു ഉത്തരം എനിക്ക് ഇവിടെ ഈ നിമിഷം കുറച്ച് മുമ്പ് എനിക്ക് കിട്ടി. നിനക്ക് എൻ്റെ കൃപ മതി. നീ വീഴുമ്പോൾ അല്ലെങ്കിൽ നിനക്കൊന്ന് ചാരി നിൽക്കാൻ, നിൻ്റെ തോളത്തൊന്ന് കൈയിട്ട് പേടിക്കണ്ടടോ, കൂടെ ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പാണ് എന്നെ സംബന്ധിച്ച് ഉടമ്പടി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എല്ലാ വിശുദ്ധർക്കും ആലാഖമാർക്കും നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജോയ്. ഞാൻ 2021 ഉടമ്പടി എടുത്തത്. പ്രധാനമായിട്ടും മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മകൻ പഠിച്ച് അവൻ വിദേശത്ത് പോയി, UK അവനവിടെ MSc കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. മോള് MSc കെമിസ്ട്രി പാസ്സായി. അവരെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്നു വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. 40 വർഷത്തോളമായി എൻ്റെ ഇടവകയിൽ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്നു. 4ാം ക്ലാസ്സിലാണ് ആദ്യം പഠിച്ചത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പുറകെ എൻ്റെ മകളും ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പത്രം വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കും. എല്ലാ ദിവസവും ഒരു അമ്മച്ചിക്ക് ഞാൻ ചോറ് കൊണ്ടുപോകുന്ന പോലെ ഒരു പൊതി ചോറ് കൊണ്ടുപോകും, ആ അമ്മച്ചിക്ക് കൊടുക്കും. ആശുപത്രികളിൽ രോഗികളെ പോയി കാണും. എൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ അവർക്ക് കൊടുക്കും. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്. അമ്മ 82 വയസ്സായ അമ്മച്ചിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അമ്മയുടെ ജീവിതത്തിൽ. അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കും. ഇവളാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പച്ചൻ മരിച്ചുപോയി. എൻ്റെ അനിയൻ സെമിനാരി സ്റ്റുഡൻ്റായിരുന്നു. അവൻ 33 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. എൻ്റെ സഹോദരിമാർ 2 പേര് CMC കോൺഗ്രിഗേഷനിലാണ്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്ത് ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. കൊച്ചു കൊച്ചു സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു. ഒരു അപകടത്തിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ ബസ് വന്ന് സ്റ്റാൻഡിലേക്ക് ഓടിക്കയറി. വണ്ടി തകർന്നു പോയി. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു പ്ലാവിൻ്റെ കൊമ്പ് അങ്ങനെ തന്നെ ഒടിഞ്ഞ് എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് വീണു. പക്ഷേ ഒരു കല്ല് പോലും അടന്നുപോയില്ല. വളരെ അത്ഭുതകരമായിട്ട് അമ്മ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഇന്നും അമ്മയ്ക്ക് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളാണ് അമ്മ ഞങ്ങൾക്ക് തന്നെങ്കിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാൻ ഞങ്ങൾ അത്യധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരിക്കും മെറിൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. മോളോട് സാക്ഷികൂടാരത്തിൽ സാക്ഷ്യം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ
3 മിനിറ്റ് തികച്ചില്ല. ആകെ ആലില പോലെ ഉറയ്ക്കുകയും 1-2 വാചകം കൊണ്ട് പറഞ്ഞിട്ട് അച്ഛൻ ഒപ്പിട്ടാൽ പോരെ എന്ന് ചോദിക്കുകയും ചെയ്തതാണെന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായിട്ട് അമ്മ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം മകളെ കൊണ്ട് ആ ഉടമ്പടിയുടെ മുഴുവൻ ആത്മാവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സഹായിച്ചു. നമ്മൾ ശ്രദ്ധിച്ച് കാണും, അവൾ ആദ്യം പറഞ്ഞത് പള്ളിമുറ്റത്ത് നിന്ന് കിട്ടിയ ഒരു പൂച്ചക്കുട്ടിയെക്കുറിച്ചാണ്. ആരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉടമ്പടിയുടെ കാര്യങ്ങളായി കാണാറ് പോലുമില്ല. കിട്ടിയൊരു പൂച്ചക്കുട്ടി അത് വീട്ടിൽ കൊണ്ടുവന്ന് മരുന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ള കഴുത്ത് പോലും ഒടിഞ്ഞുപോയി. അപ്പോൾ അപ്പച്ചനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നതെങ്കിലും അവൾ ആ ഉടമ്പടി തൈലമെടുത്ത് അതിനെ സ്നേഹത്തോടെ തലോടി വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് പൂശിക്കൊടുത്തു കഴിയുമ്പോൾ അത് ആരോഗ്യത്തോടെ വരുന്നത് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും സുന്ദരി പൂച്ചക്കുട്ടിയായി മർത്ത എന്ന പേരിൽ കുടുംബത്തിലുണ്ടെന്ന് അവൾ ആദ്യം പറഞ്ഞു. അത് ഉടമ്പടി തരുന്ന ഒരു വെളിച്ചമാണ്. സഹജീവികളോട്, പ്രകൃതിയോട്, എല്ലാത്തിനോടും ഒരു കരുണ, ഹൃദയത്തിൽ ഓരോന്നിനെ കാണുമ്പോഴും ഒരു നനവ്. ആ നനവിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം പകരുവാനും നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നു. പിന്നീട് അവളുടെ PG പഠനത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന വിഷയം ഒന്നും മനസ്സിലാവാതെ മുഴുവനും തോക്കുമെന്ന വലിയ ആശങ്കയിൽ അവൾ എത്തിയ നിമിഷങ്ങൾ. പക്ഷേ ഓരോ നിമിഷവും അവൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ തന്നെ മനസ്സിൽ റാങ്ക് 3 എന്ന് എഴുതി വെക്കണമെന്ന്. ഒത്തിരി ആശങ്കപ്പെട്ടു. പഠനം എങ്ങും എത്തുന്നില്ല, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുവാനാവുന്നു, സ്വയം പഠിച്ചിട്ട് എഴുതുവാനാവുന്നില്ല. അങ്ങനെ എല്ലാം കൂടി മിക്സപ്പായി എങ്ങനെ ഈ PG പഠനം പൂർത്തിയാക്കുമെന്നറിയാതിരിക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആത്മീയ പ്രചോദനം കിട്ടുക, റാങ്ക് 3 എന്ന്. അവളത് എഴുതിയിട്ട് പോയി. അമ്മ മാതാവിനോടുള്ള ആ വിനയമുള്ള സ്നേഹം, അമ്മ മാതാവിനെ മാത്രം ആ പഠനം ഏൽപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസം, അത് എഴുതിപ്പോവുകയും പിന്നീട് റിസൾട്ട് വരുമ്പോഴും അവളുടെ 2 വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്നെങ്കിൽ അങ്ങേയറ്റത്തെ തോൽവി, അല്ലെങ്കിൽ അമ്മ മാതാവ് നൽകിയിരിക്കുന്ന അനുഗ്രഹം. ഏത് തന്നെയാണേലും എൻ്റെ പഠനമോ വിജയമോ അല്ല, ജീവിതം കൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ലോകത്തിൽ ശോഭിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ പഠനത്തിന് കിട്ടുന്ന മാർക്കോ തോൽവിയെക്കുറിച്ചോ ഞാൻ സങ്കടപ്പെടില്ല. തോൽവിയാണെങ്കിലും അടുത്ത ദിവസമുള്ള ജപമാല റാലിയിൽ എത്തിയിരിക്കുമെന്ന്. അതാണ് വിശ്വാസമെന്ന് പറയുന്നത്. പ്രതിസന്ധിയിൽ തളരാത്ത വിശ്വാസം, ഏത് കാറ്റിലും ഉലയാത്ത കപ്പൽ പോലെ ഇങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിൽ ശരണപ്പെടുന്നു, അവിടുന്ന് ഏത് ക്ലേശത്തിലും എന്നെ കാത്തുകൊള്ളുമെന്ന പ്രത്യാശയോടുകൂടി ദൈവത്തിന് കൊടുക്കുന്നൊരു ഉറപ്പ് വാക്ക്. അതിനുശേഷം അവൾ ആ മൊബൈലിൽ കുരിശടയാളം വരച്ച്, തൈലം പൂശി കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി നോക്കുമ്പോൾ A ഗ്രേഡോടുകൂടി ഉന്നതമായ വിജയം. 2 ദിവസം കഴിയുമ്പോൾ റാലിയിൽ പങ്കെടുത്ത് മടങ്ങി ചെല്ലുമ്പോൾ 3ാം റാങ്ക് അമ്മ മാതാവ് അവൾക്ക് നൽകിയെന്ന്. നമ്മുടെ കുറവുകളെ, കഴിവില്ലായ്മകളെ, മെറിറ്റില്ലായ്മയെ എത്ര സുന്ദരമായി മെറിറ്റായി, കൃപയായി, അനുഗ്രഹമായി അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്ത് മാറ്റിത്തരുന്നു. അതാണ് അവൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് പറഞ്ഞ ഓരോ കാര്യവും, ജീവിതത്തിലുണ്ടായ ഓരോ കാര്യവും, കുടുംബത്തിലെ അപ്പച്ചൻ സൂചിപ്പിച്ച മക്കൾക്ക് വേണ്ടി നൽകിയ ഓരോ നന്മകളും, 2 വലിയ അപകടങ്ങൾ സംഭവിച്ചപ്പോഴും അത് ജീവിതത്തെ ബാധിക്കാതെ, യാതൊരു തരത്തിലും ക്ലേശങ്ങൾ ഉണ്ടാവാതെ അമ്മ മാതാവും ഈശോയും കാത്തു സംരക്ഷിച്ചത്, ഇത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, ദൈവത്തിലാണോ കലർപ്പില്ലാതെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മൾ ശരണപ്പെടുന്നത്, നമ്മളെ ദൈവം കരബലത്തോടുകൂടി എപ്പോഴും കാത്തുകൊള്ളും. ഏതൊരാപത്തിലും നമ്മളെ കാത്തുകൊള്ളും. ഏതൊരു തകർച്ചയിൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരും. ഓട്ടോ ഡ്രൈവറായ ഒരപ്പച്ചനാണ് മക്കളുടെ പഠനത്തിന് വേണ്ടി, വിശ്വാസ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. 40 വർഷത്തോളം മതബോധനം പഠിപ്പിക്കുന്നുവെന്നത് ചെറിയൊരു കാര്യമല്ല. ആയുസ് മുഴുവനും ഈശോയ്ക്കും ഈശോയുടെ ദിവ്യബലിക്കും മക്കൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്നതിനും ആ അപ്പൻ സമയവും ജീവിതവും ചെലവഴിച്ചുവെന്ന്. എന്നും ഒരു പൊതിച്ചോറ് അത് അർഹതപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി തനിക്കെടുക്കുന്നതിനൊപ്പം കരുതുമെന്നൊക്കെ പറയുമ്പോൾ ഇത് ഉടമ്പടി ജീവിതമായി തീരുന്നതിൻ്റെ സാക്ഷ്യമാണ്. ഉടമ്പടി ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ആത്മാവിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ്. നിത്യതയിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന വിശ്വാസത്തിൻ്റെ ബലം
അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ്. ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട്, അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം.